ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഫാനായിട്ടാണ്. കേരളം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഒരു ഫാൻ വാങ്ങിച്ച്. ബ്രാൻഡ് ഒന്നും നോക്കിയില്ല, ഇത് സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫാനാണ്. നമ്മൾ അധികം വീടിനകത്ത് ഭയങ്കര ചൂടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കാതെ തന്നെ പെട്ടെന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് അസംബിൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ തന്നെ വേണ്ട പൊട്ടിച്ച് നോക്കിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചേക്കുന്നത്, അവർ തന്നെ പൊട്ടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അസംബ്ലിയിലേക്ക് പോവാം. അവർ സേഫ്റ്റി സ്പോഞ്ച് തന്നെ വരുന്നുണ്ട്. ഫാനിൻ്റെ ലീഫും അതിൻ്റെ കവറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫാനിൻ്റെ മോട്ടറാണ് ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് അങ്ങോട്ട് വെക്കാം. പിന്നെ വരുന്ന ഫാനിൻ്റെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് ഇതെന്താണ് ഗൈസ്, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, ഇതാണ് മറ്റേ അടി വെക്കുന്ന സാധനമാണ് ഗൈസ്. അടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്ന സാധനം. ഈ സ്റ്റാൻഡ് കണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്ന സാധനമാണ് ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള സാധനം. പിന്നെ കുറേ ബോക്സസ് ആണ് വന്നിട്ട്. ഇതിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബോക്സാണ്. അപ്പോൾ നമുക്ക് ഇത് അസംബ്ലി ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, ഇതിനാവശ്യമായിട്ടുള്ള ഒരു ടൂള് സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഈ സ്റ്റാൻഡ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട്, കാരണം ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അടി വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ കവർ തന്നെ ഒന്ന് മാറ്റി ബോക്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് പണി തുടങ്ങാം. ഗൈസ്, ആണ്ട് 4 സ്ക്രൂ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ 4 ഇത് വരുന്നുണ്ട്. ഇത് അതിൻ്റെ മണ്ടയ്ക്ക് കവർ പോലെ വരുന്ന സാധനമാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതാണ്ട് 4 സ്ക്രൂ റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതാണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതാണ്ട് ആദ്യത്തെ സ്ക്രൂ ഇടാൻ പോവുകയാണ് ഗൈസ്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ഓൾറെഡി ഒരു നല്ല ടൈറ്റ് ഹോൾഡ് പിടിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് 4 സ്ക്രൂകളുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ 4 സ്ക്രൂ ഇട്ട് വെക്കുകയാണ് ഗൈസ്, കാരണം ഈ ഹോള് താണ്ടെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം ഇടുന്തോറും. അപ്പോൾ നമ്മൾ 4 സ്ക്രൂ ആ ഹോളിലേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഗൈസ്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മളാണ്ടെ എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് താത്ത് വെക്കാം. കണ്ടോ, ഇത് കവർ ചെയ്യുന്നത് ഇതാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് അതുകൊണ്ട് ഈ സാധനം സെറ്റ് ചെയ്യാം. അത് ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിനകത്ത് മോട്ടറും അതിൻ്റെ കൺട്രോളും ഒക്കെ ഇതിനകത്താണ് വയ്ക്കുന്നത്. അതേപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് ഇതിന്. ഗൈസ് കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഗൈസ്, ആണ്ട് ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കമ്പി കുറച്ചിങ്ങനെ പൊക്കണം. കണ്ടോ, എന്നിട്ട് ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇവിടെ ടൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതോ ഫാൻ വാങ്ങിച്ച് ഇതേപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. നമ്മളാണ്ട ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കമ്പി താഴത്തില്ല, അല്ലെങ്കിൽ താന്നു പോകും നമ്മളിത് വെക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് താണ്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് നമ്മളിങ്ങനെ ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഫിറ്റായി താത്തിട്ടുണ്ട് കുറച്ച്. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം തന്നെ നല്ല ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് താത്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ എല്ലാ ഫാനിനകത്തും ഇങ്ങനെ തന്നെയാണ് ഗൈസ് യൂസ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കാം നേരെ ആക്കിയിട്ട്. അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ആണ്ട് ഇവിടെ ലോക്ക് ആൻഡ് ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് വരാം. കണ്ടില്ലേ, ഇവിടെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ആളിങ്ങനെ ലൂസ് ചെയ്താൽ മതി. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എങ്ങോട്ടാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
അങ്ങനെ ഈ ലീഫും ഈ അതിൻ്റെ വെളി വരുന്ന പ്രൊട്ടക്റ്റ് കമ്പിയാണ് നമുക്കിനി വെക്കാനുള്ളത്. ഒരു സ്റ്റാപ്ലറൊക്കെ ചെയ്ത് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കിങ് തന്നെയാണ് ഗൈസ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വയർ ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വയർ ടൈ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വയർ ടൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആദ്യം തന്നെ ഈ ഇത് വെക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ലീഫ് വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇവിടെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആണ്ടായി അത്യാവശ്യം ഫിറ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ രണ്ട് ചെറിയൊരു ഇത് ഈ ഹോളിനകത്ത് രണ്ടിനകത്ത് പാരലായിട്ട് ഈടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഈ കമ്പി മണ്ടയ്ക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെക്കാൻ നോക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തും ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. ഓവൽ ഷേപ്പിലൊരു കട്ടിങ് ഉണ്ട്. ഇതിനകത്തും കണ്ട ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും ലെവലായി വരുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് കയറി പോകും ഗൈസ്. ഇങ്ങനെയാണ് അങ്ങനെ വീണിട്ടുണ്ട് ഗൈസ്. കണ്ടോ? അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ സാധനം കണ്ടില്ലേ, ഈ സാധനം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അത് നമുക്ക് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ഒരെണ്ണത്തിനകത്ത് ഇവിടെ 2 കട്ട് മാർക്കാണുള്ളത്. ഇതിനകത്ത് ആദ്യം ഒരെണ്ണത്തിനകത്ത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ശകലം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. കാരണം ഇത് ലൂസായി ഓടിപ്പോണ്. ഞാനൊരു ബാലൻസിനെ വെച്ചിരിക്കുകയാണ്. ഒരു ശകലത്തിന് ഇത് നിൽക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ് കുറച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഒരു കട്ട് മാർക്കുണ്ട് ഇവിടെ കുറച്ചും കൂടെ ലെവലാവാനുണ്ട് ഗൈസ്. കണ്ടത് അടുത്താണ്ട് ഇവിടെ ഒരു കട്ട് മാർക്കുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഗൈസ് അതുണ്ടല്ലേ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം ഓൾറെഡി വീണിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? ഇനി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഗൈസ് നമുക്ക് കുറച്ച് ടൈറ്റ് ചെയ്താൽ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ സൈഡിലും ഇങ്ങനെ ഇത് ലോക്ക് വാങ്ങുന്ന ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ലൂസാക്കി ആകെ പണിയാവും ഗൈസ്. അത് നമ്മളാണ്ട് എല്ലായിടത്തും ലോക്ക് വീണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ലെവലാക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ചൊക്കെ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫാൻ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇല്ലേ ഇവിടെ ടൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈറ്റ് കൊടുക്കാൻ കണ്ടില്ലേ? ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ലൂസ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലേ ഇപ്പോൾ ഫാന് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ വർക്ക് ആവുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്ലഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ട് പ്ലഗ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വർക്ക് ആവുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ 3 മോഡ് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ലോയിലിട്ട് നമുക്ക് ഒന്ന് കാറ്റ് ചെക്ക് ചെയ്യാം. വർക്കാവുന്നുണ്ട് ഗൈസ്, സെറ്റാണ് ഫാൻ, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു മോഡുണ്ട് ഈ കറങ്ങുന്നത്. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എവിടെ വെക്കേണ്ടത് അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് വെക്കണമെങ്കിൽ ഇപ്പോൾ സ്ട്രൈറ്റ് കറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് പൊക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് എവിടെ വെക്കേണ്ടത് അവിടെ റെഡി ആയിരുന്നോളൂ. അപ്പോൾ അത്യാവശ്യം ലോയിൽ തന്നെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് തന്നെ കിട്ടുന്നുണ്ട്. മീഡിയത്തിൽ ഇടുമ്പം നമുക്ക് ആയിലിട്ടിട്ടുണ്ട് ഗൈസ്, നല്ല കാറ്റ് തന്നെ ഉണ്ട് ഗൈസ്, അടിപൊളിയാണ്. ഇനി നമ്മൾ ചൂടത്തെ പേടിക്കേണ്ട ആവശ്യമില്ല, സെറ്റാണ് ഗൈസ്. നമ്മൾ കത്തുന്ന കേരളത്തിൽ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് താങ്ങുന്ന ഒരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്കിങ്ങനെ കാറ്റ് കൊണ്ടുവന്നിരിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലത്തെ കിടലൻ വീഡിയോസിനായി കാത്തിരിക്കുക ഗായ്സ്.